കേൾക്കുന്നത് കാണില്ല. എല്ലാം പിടികിട്ടി. കാണുന്നത് പറയത്തില്ല, കേൾക്കുന്നത് കാണത്തില്ല. അത് പറയാൻ ഇപ്പോൾ ഒരു സമാനത. ചെവി കേൾക്കുക, കാണത്തില്ല. കാണുക. ചെവി കേൾക്കുക, കാണത്തില്ല. കണ്ണ് കാണുക, പറയത്തില്ല. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ആ സത്യവ്രതനായിരിക്കുന്ന രാജാവിന് ഇത് സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ പന്നി വന്ന് കയറിയപ്പോൾ ഹൈ എന്ന് പറഞ്ഞു. ഹൈ എന്ന് പറയുന്ന മന്ത്രത്തിൻ്റെ ബീജാക്ഷരം. ഈ കാലങ്ങൾ കൊണ്ട് അദ്ദേഹം സത്യം പറഞ്ഞുകൊണ്ട് ദേവിയെ ഭരിച്ചിരിക്കുന്ന ആളിന് ഹൈ എന്നൊരു മന്ത്രം അക്ഷരം പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്താ ജ്ഞാനോദയം ഉണ്ടായി, ബുദ്ധി ഉണ്ടായി. ആ ബുദ്ധി കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹേ വേട, കാണുന്നത് പറയത്തില്ല, കേൾക്കുന്നത് കാണത്തില്ല. അപ്പോൾ പരമമായിരിക്കുന്ന പരമേശ്വരയുടെ ശക്തി പൂർണ്ണമായും അദ്ദേഹം കിട്ടി. അപ്പം നമ്മൾ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ അക്ഷരങ്ങൾ യഥാവിധി തെറ്റാതെ ജപിക്കുകയാണെങ്കിൽ സൂക്ഷ്മമായിട്ടൊരു ഫലമുണ്ട്. നാമം ജപിക്കുന്നു, അക്ഷരത്തെറ്റ് മനസ്സാരം എനിക്കറിവില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയരുത്. അത് കുഴപ്പമില്ല. നാമം ജപിക്കുമ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ എങ്ങനെയും ജപിക്കാം. നാരായണ എന്ന് സദാ ജപിച്ചാൽ പാപം കെടും, പശുകടും, വിസനങ്ങൾ പോയി മറഞ്ഞിടും, നാവിൻ്റെ ഉണർച്ച നൽകും, അന്തികാലേ ഗോവിന്ദകാലത്തിൽ ചെയ്യുന്നു. പക്ഷെ മന്ത്രാൽ ഇരിത്രായതേ, മന്ത്രം ത്രാണനം ചെയ്യുന്ന. അപ്പം ആ മന്ത്രം നമുക്ക് ജപിക്കാവുന്ന ഒരു മന്ത്രമുണ്ട്. അവിടെ ഒരു ഉടക്കം വരാത്തൊരു മന്ത്രമുണ്ട്. ഏത് മന്ത്രമാണ്? നമുക്ക് നിരന്തരമായി ജപിക്കാവുന്ന എല്ലാ മന്ത്രങ്ങളുടെയും ശക്തി ഏകിയിരിക്കുന്ന ഒരു മന്ത്രം നമുക്കറിയാം. ഓം നമഃശിവായ. ഈ മന്ത്രം ജപിച്ചാൽ മറ്റുള്ള മന്ത്രങ്ങളുടെ ബലം ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് തന്ത്രവിദ്യ പഠിച്ച ആളിനും ഇനി എത്ര വേദം പഠിച്ച ആളാണെങ്കിലും നമഃശിവായ ജപിച്ചില്ല എങ്കിൽ ഈ തന്ത്രവിദ്യ കൊണ്ടോ വേദം പഠിച്ചതുകൊണ്ടോ യാതൊരു ഫലമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് സമൂഹമായിട്ട് അഖിലമായിട്ട് ജപിക്കാവുന്ന ഒരു മന്ത്രം ഏതാ? ഓം നമഃശിവായ. മഹാദേവിയുടെ മുമ്പിൽ ചെന്ന് നമഃശിവായ ജപിച്ചാൽ ഭഗവതിക്ക് ഇഷ്ടമാണ്. നാരായണൻ്റെ അമ്പലപ്പുഴ ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ നിന്ന് വെച്ച് ഓം നമഃശിവായ ഓം നമഃശിവായ ചോദിച്ചാൽ അവിടെ ഒരു കുഴപ്പം പറ്റത്തില്ല. പക്ഷെ പൂജിക്കുന്ന ആളുടെ മന്ത്രം മാറിപ്പോകും, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ജപിക്കാം. നാരായണനും ശങ്കരനും ഒന്നുമില്ല. അതുകൊണ്ടാണ് കരുമാടിയിലെ ശങ്കരനാരായണ ക്ഷേത്രം ഉണ്ടായത്. ശങ്കരനും നാരായണനും ഒന്ന് തന്നെയാണ്, വ്യത്യാസമില്ല. ഇനി ദേവി പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഭേദം കൽപ്പിക്കുന്നവർക്ക് ഉണ്ടാവില്ല ഗതി, അധോഗതിയായിരിക്കും. ഇപ്പം ശങ്കരനെയും നാരായണനെയും ഞാൻ ശിവനെ ഭജിക്കത്തില്ല, വിഷ്ണുവിനെ ഭജിക്കത്തുള്ളൂ എന്ന് ഭേദം കൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഭേദം കൽപ്പിച്ചാൽ അവർക്ക് അധോഗതി എന്നാണ്. ഇപ്പം രണ്ടുപേരും ഈ ഉത്രാടം നാളുകാരുടെ ദേവതയാണ് ആര്? ശങ്കരനാരായണൻ. ഓരോ നാളുകാർക്കും ദേവതകളുണ്ട്. അപ്പോൾ ആ ദേവത ഉത്രാട നാളുകാരുടെ ദേവതയാണ് ശങ്കരനാരായണ മൂർത്തി. ശങ്കരനും നാരായണനും ഒന്നാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭജനം വേണം. അപ്പോൾ അഖിലമായിരിക്കുന്ന ഒരു മന്ത്രമാണ് ഓം നമഃശിവായ. സന്ധ്യയായ നേരെ ഓം ശിവായ മന്ത്രസേവിതം സന്തതം സുഖം തരും നമഃശിവായ. ഒരു മന്ത്രം ജപിക്കണ്ട. നിങ്ങൾ ദിവസം കുളി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഭസ്മം തൊട്ട്, ഇനിയും ഭസ്മം ഇല്ലെങ്കിൽ താഴീന്ന് സ്വല്പം മണ്ണെടുത്തിട്ട് ഓം നമഃശിവായ പറഞ്ഞ് ജപിച്ച്. എൻ്റെ വിധി അതാണ്. നമഃശിവായ ജപിച്ചാൽ മഞ്ഞുരുകുന്ന പോലെ നമ്മുടെ ദുരിതം. കാരണം ഒരു പ്രാവശ്യം നമഃശിവായ ജപിച്ചാൽ ശിവയുമുണ്ട് ശിവനുമുണ്ട്. ഓംകാരത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ഓം ജപിക്കുമ്പോൾ ത്രിമൂർത്തി സങ്കല്പവും അതാണ് ഓം നമഃശിവായ. 3 പ്രാവശ്യം പ്രാണായാമം ചെയ്തതിന് തുല്യമാണ് ഒരു പ്രാവശ്യം ഓം നമഃശിവായ എന്ന് പറയുന്നത്. നമഃശിവായ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന അകാര, ഉകാര, മകാര ശബ്ദങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ശംഖ് വിളിക്കുന്നത്. ശംഖ് വിളിക്കുമല്ലോ. ഈ ശംഖ് വിളിക്കുമ്പം ദേവൻ ഉണരുന്നു. തപസ്സിലിരിക്കുന്ന ദേവൻ
ഉണരുക. ഈ ശംഖിൻ്റെ ശബ്ദം തന്ത്രശാസ്ത്രത്തിൽ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. നമഃശിവായ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന അകാര ഉകാര മകാര ശബ്ദങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രണവമന്ത്രം. ഇപ്പം ഏത് മന്ത്രം പറയുമ്പോഴും ആദ്യം എന്ത് പറയണം? ഓം അക്ഷരം പറയും. ഇല്ലെങ്കിൽ എന്ത് പറ്റി? ആ മന്ത്രത്തിന് ബലമില്ല. ഓം നമഃശിവായ, ഓം ശ്രീ മഹാഗണപതേ നമ, ഓം ഹ്രീം ദും ദുർഗായേ നമ, ഓം നമഃപരായ ഗോത്രേ നമ, ഓം നമഃശിവായ യോഗീശ്വരൻ്റെ മൂലമന്ത്ര, ഓം നമഃശിവായ യോഗീശ്വരായ നമ. ഇതെല്ലാം മൂലമന്ത്രമില്ലാതെ പൂജ കഴിക്കാൻ പറ്റത്തില്ല. ഓം ഹ്രീം ഭം ഭദ്രകാളി നമ. ഇത് ഭദ്രകാളിയുടെ മൂലമന്ത്രമാണെങ്കിൽ വേറെ ബീജാക്ഷരങ്ങൾ ചേർന്നുകൊണ്ട് ചേരാത്തതുകൊണ്ട് ഭദ്രകാളി തന്നെ ഒരു ഭാവമല്ല 16 ഭാവം പറയുന്നുണ്ട് തന്ത്രശാസ്ത്രത്തിൽ. കാളീമേഘ സമപ്രഭ എന്നുള്ളൊരു ധ്യാനമുണ്ട്. രക്താംഗിൻ രക്തവസ്ത്ര അങ്ങനൊരു ധ്യാനമുണ്ട്. ശംഭുസ്ത ശശലക്ഷ്മകണ്ഠവിലസ എന്ന് പറയുന്നൊരു ധ്യാനമുണ്ട്. ശൂലാഗ്രേ ക്രോധദൈത്യപ്രവർ എന്ന് പറയുന്നൊരു ധ്യാനമുണ്ട്. പിന്നെ ആനംബ്രസ്വന്തകേളി വിഹരണപുരണി നീലനാളി കകേളി വ്യാളീനാളി കദൂളി ഋതുസുംഹനളി കാര്യനാളി വനാളി ആദിത്യാധാരതൂളി ഋതുപുജികളി കളകളതരളി പൂതപാതാംബുജാളി കാളി കാളാളവാളി സാധുമാം ഭദ്രകാളി. ഭദ്രകാളി ഉപാസകർക്ക് ഇതാവശ്യമാണ്. ഈ ധ്യാനം ജപിച്ചുകൊണ്ട് ദിവസവും അതിന് വേറൊരു മാർഗം പറയുന്നുണ്ട്. ഈ ദേവി ഭാഗവതം പറയുന്നുണ്ട്, ദേവി പുരാണത്തിൽ പറയുന്നുണ്ട്. ഭദ്രകാളിയെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പിടി കുങ്കുമം കൈവച്ചുകൊണ്ട് കാളി സഹസ്രനാമം ജപിക്കണം. അത് കഴിഞ്ഞ് കാളിയുടെ അഷ്ടോത്തരം കൂടി ജപിക്കണം. എത്ര ദിവസമാണ്? 41 ദിവസം. വേറൊന്നും ആരെയും ദർശിക്കാൻ പാടില്ല. ഒരു ജീവനെ പോലും ശ്രദ്ധിക്കരുത്. മുറിക്കാത്തായിരിക്കണം. അതുപോലെ ബന്ധകസ്ഥൽ അങ്ങോട്ട് വന്നിട്ട് ജപിച്ചിട്ട് 41ാമത്തെ ദിവസം, 1-ാം ദിവസം ജപിക്കുന്ന കുങ്കുമത്തിനായിരിക്കും 2-ാം ദിവസം കയ്യിലെടുക്കേണ്ടത്. എന്നിട്ട് 41ാമത്തെ ദിവസം ഈ കുങ്കുമം തൊട്ട് കഴിയുമ്പോൾ കൃത്യമായിട്ടും ആര് മുമ്പിൽ വരും? കാണണം. ഓർക്കല്ലേ എൻ്റെ പൊന്നച്ച